സർപ്രൈസായി നമ്മൾ വന്നിരിക്കുന്നത് പറക്കാട് റിസോർട്ടിലാണ്. ഫൈനലി എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു പറക്കാട് റിസോർട്ടിൽ മൂന്നാറിൽ വരുന്നത്. പക്ഷെ മൂന്നാറാണെന്ന് അറിയാം, പറക്കാട് റിസോർട്ടാണെന്ന് അറിയില്ല. എൻ്റെ കാലൊക്കെ എടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എക്സൈറ്റഡ് ആണ്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് വെൽക്കം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ബ്ലൂബെറി ആണെന്ന്. ശംഖുപുഷ്പമാണോ? അല്ല, ശംഖുപുഷ്പം ജ്യൂസ് ഉണ്ട്. സത്യമായിട്ട് പറയാ. ആമി ഹാപ്പി? കുറച്ച് ഉറക്കെ പറയുന്നല്ലേ കേൾക്കും. ഇതൊരു ചെറിയൊരു കേവാണ്. ഇതിൽ കേവ് റിസോർട്ടല്ല, കേവ് റൂമിൻ്റെ ഒരു മോഡൽ. നെക്സ്റ്റ് നമ്മുടെ നമ്മളെവിടെ എത്തി? നമ്മൾ പറക്കാട്ടിൽ മൂന്നാർ പറക്കാട്ട്. ആമി അവന് ഹാപ്പി, സൂപ്പർ എക്സൈറ്റഡ്. ആക്ച്വലി അവനിക്ക് നേരത്തെ അറിയായിരുന്നു, ആമിക്കായിരുന്നു സർപ്രൈസ്. നമ്മൾ റൂം കണ്ടില്ല, റൂം ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വരികയാണെന്ന് പറയാം. ഏത് റിസോർട്ടിലാണെന്ന് അറിയാം, പക്ഷെ റൂം കുറേ ടൈപ്സ് ഓഫ് റൂം കണ്ട് ഏതാണ് നമ്മുടെ കണ്ടിട്ടില്ല. ഫോട്ടോ ആണോ? റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട വ്യൂ ആണിത്. രസാലെ. നമ്മുടെ ആമിക്കുട്ടി അവിടെ ബിസിയാണ്. ഭയങ്കര ഗംഭീരമായിട്ട് അവള് റിസോർട്ടിന്റെ വ്യൂ ആസ്വദിക്കുകയാണ്. ആമി എന്തായി? എന്താ നോക്കണേ? ഞാൻ സ്വിമ്മിംഗ് പൂൾ നോക്കിയാ. സ്വിമ്മിംഗ് പൂൾ ആമിയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ. സ്നോ കണ്ടാവോ? ക്യാമറയിൽ അറിയുന്നുണ്ട്. എൻ്റെ പാരൻസ് പറഞ്ഞു നീ പോണ്ട സ്വിമ്മിംഗ് പൂളില്, അവിടെ നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉച്ച സമയമാണെങ്കിൽ ഓക്കെ ആവാം. വൈകുന്നേരം നിങ്ങൾ 3 മണിക്ക് ശേഷം കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ ആയിരിക്കും മണ്ണ് മൂടിയിട്ടാണ് എനിക്ക് വരുന്നത്. തണുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ സ്വെറ്റേഴ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം നല്ല ചൂടുണ്ട്. ഞാൻ പറയാം നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ വരുമ്പോൾ 10 ജാക്കറ്റ്സെങ്കിലും കൊണ്ടുവരിക. 10 ജാക്കറ്റ്സെങ്കിലും കൊണ്ടുവരിക. ഇങ്ങോട്ടോ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്താ ആമി? ഒരു നല്ല വ്യൂ പോയിന്റ് ആണ്. ഓ, ഇവിടെ വ്യൂ ആണോ? അടച്ചിരുന്നു. അയ്യോ മോളെ, അങ്ങോട്ട് പോയി താഴെ എത്തൂട്ടോ. ഇത് വേറെ റൂമാണ് ആമി, ഇങ്ങോട്ട് വരരുത്. നല്ല സൈനല്ലേ ഇവിടുത്തെ കാണാൻ. ആമി ആകെ വണ്ടടിച്ചിരിക്കുകയാണ്. ഓൾറെഡി സർപ്രൈസ് ആണ്. ഇനി എനിക്ക് സർപ്രൈസ് കൊള്ളാം വയ്യ. ഞങ്ങൾക്ക് റൂം കണ്ടാലോ? കാണാം. ഇപ്പോ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അതുകൊണ്ടാണ് നമ്മളിവിടെ വട്ടത്തിരിയണത് അല്ലേ? റൂം ചെക്ക് ഇൻ ആവാൻ കുറച്ച് സമയം എടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവിടെ ബിസി ആയിട്ട് ചെസ് കളി. ആമിക്കുട്ടി എവിടെ? ആമിക്കുട്ടി എന്താ പരിപാടി? ഞാൻ ക്യാൻസൽ ആക്കി വിചാരിക്കുന്നു. ഞാനോ വേണ്ട. ശരി, നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. നമ്മുടെ ഇത് നമ്മുടെ അല്ല, ഇത് ചെറിയൊരു സോഫ. ടി വി ഉണ്ട്, പിന്നെ ഒരു അലമാരയുണ്ട്. നല്ലൊരു ബാൽക്കണി ഉണ്ടല്ലേ? ഇവര് ഒരു പ്രത്യേകിച്ച് ഒരു പോർഷൻ പോലെ ഇവിടെ വങ്കിയൊക്കെ വരും കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, 2 കബോർഡ് ഉണ്ട്, ടീ ഓർ കോഫി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എവിടെ വാടി ആമിയോടെ പോയി.
അപ്പൊ ഇത് ആ ബാൽക്കണിയുടെ കണ്ടിന്യൂഷൻ പോലെ ഇത്രയും നമുക്ക് നടക്കാം. ഇതൊക്കെ നമ്മുടെയാണ്. ഓക്കെ, നമുക്ക് നടക്കാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. സൂപ്പർ ആയിട്ടില്ലേ ഗൈസ്? ഇത് നമ്മുടെ ബാത്റൂം. ഇവിടെ ഒരു കുഞ്ഞ് ഏരിയ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഡ്രസ്സിംഗ് ഏരിയ. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാത്റൂമിലോട്ട് കടക്കാം. Our bathroom. ഇവിടെ കുളിക്കാം, ഇരിക്കാം, നടക്കാം. So the dress area. നോക്ക് ഗൈസ്. Hi. ഇതെന്താണ്? ലോട്ടസ്. Lotus. മമ്മി നടക്കണ്ട കേട് വെക്കുന്നു. So this is our room. അവന് ഞാൻ ഇഷ്ടപ്പെട്ടോ? Yes, guys, super. അവിടെ ഏട്ടാ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. വേറെ വ്യൂ ഉണ്ട്. നോക്കാം. സ്വിമ്മിംഗ് പൂൾ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആക്സസ് ചെയ്യാം. Yes, സ്വിമ്മിംഗ് പൂൾ വ്യൂ. നോക്കാം എന്താ ആക്സസ് ചെയ്യും. ഇത് നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും കാണാത്തൊരു ഓപ്ഷൻ. എവിടെയും കാണാത്തോന്നല്ല, എല്ലാവരും ഞാൻ കണ്ടിട്ടില്ല. ഇതിന് നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇങ്ങനെ ഓൺ ചെയ്യുകയാണെങ്കിൽ വെളിയിൽ കാണുന്നവർക്ക് അതിങ്ങനെ കാണാൻ പറ്റും. വെളിയിൽ ഡിസ്റ്റർബ് ചെയ്യാത്തവർ. ഇനി മേക്കപ്പ് റൂം എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ പറയും. പ്ലീസ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ നമ്മൾ ബിസി ആണെങ്കിൽ ഇത് ഇങ്ങനെ. ഓക്കെ, അവന് കയ്യിലെന്താ? ഇത് ഗൈസ് ഞാൻ പറയാൻ പറ്റും. ഇതിന്റെ ഹെയർ ബാൻഡ് ആണ്. ഇതൊക്കെ നമുക്ക് മാറ്റാം. ഇത് ബർബൺ ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പൈസ കൊണ്ട് കാണിച്ച ഒരു സാധനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് നമ്മൾ വരുമ്പോ ഒരു ടീ ഔട്ട്ലെറ്റിൽ കയറി. ട്രിപ്പിൾ ടി. അതിന്റെ കടയുടെ പേര് ചായ് ബസാർ. ചായ് ബസാർ. മൂന്നാർക്ക് വന്നവർക്ക് അറിയാം ട്രിപ്പിൾ ടീ ഫാക്ടറി. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗൈസ് ഞാൻ വായിച്ചത്. അവര് ടേസ്റ്റ് ചെയ്തോ? ആ ഞാൻ ടേസ്റ്റ് ചെയ്തു ഗൈസ്. സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ പറയാനില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയും അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നല്ല ടേസ്റ്റിലായിരുന്നു. അതൊക്കെ പറയാനില്ല. അത് അവനിയുടെ പൈസ കൊണ്ട് അവന് ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചത് നമ്മുടെ അവളുടെ സേവിങ്സ് ആണ്. അവളുടെ സേവിങ്സ് ഓ അവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു സാധനം അറിയോ, ഇവിടുന്ന് ആളെന്ന് നിർത്തി നോക്കിയാൽ മതി. യെസ്, ഞാൻ വിചാരിച്ചു എന്റെ റൂമിന് വേണ്ടിട്ട് അമ്മയ്ക്ക് അല്ല റൂമിന് വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ വിചാരിച്ചു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് കണ്ടപ്പോ എന്താണെന്നറിയില്ല. അതെനിക്ക് വേറെ ഒന്നും വേണ്ടാതെ. ഇത് കണ്ടോ പാലക്കാട്ടില്ല. സ്കാൻ ചെയ്യും.